ആ ആവരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ആവരണത്തോടു കൂടി ചൈതന്യ ആവരണം ഉണ്ടായാൽ അതിനെ നമ്മൾ എന്താ പറയുക? അതിനെയാണ് അണു എന്ന് പറയുന്നത്. പരമാണുക്കൾ എന്ന് പറയും, ആറ്റം എന്ന് പറയുന്ന അവസ്ഥയാണ്. അത് വരുന്നത് അതിൻ്റെ ആ ആവരണം ഉണ്ടായിരുന്നില്ല. അപ്പം എന്തുണ്ടായിരുന്നു? ശുദ്ധമായ ബോധം അതിലുണ്ടായിരുന്നു. മനസ്സിലായല്ലോ? അപ്പൊ എന്തിനാ ആ ശുദ്ധമായ ബോധത്തിന് ഒരാവരണം ഉണ്ടായി. അപ്പോൾ ഒരണുവും മറ്റേ അണുവും വ്യത്യാസമില്ലേ? ഒരാവരണം എന്ന് എന്താ സംഭവിച്ചത്? ഒരണുവും ഒരു പരമാണു മറ്റേ അണുവും വ്യത്യാസമുണ്ട് അല്ലേ? അതിർത്തി വന്നു, ലിമിറ്റേഷൻ ഉണ്ടായി. ഇതാണ് ഈ പരമാണുവിന്റെ അതിർത്തി. ശരിക്കും പരമാണുവിൽ എന്താണുള്ളത്? ശുദ്ധമായ ചൈതന്യം. അടുത്ത പരമാണുവിൽ എന്താണുള്ളത്? ശുദ്ധമായ സത്ത് രണ്ടും ഒന്നല്ലേ? അല്ലേ? അങ്ങനെ പ്രപഞ്ചം പരിണമിച്ചപ്പോൾ ആ പരമാണുക്കളെ കൂട്ടണം നമ്മളും, അല്ലേ? ശരിക്കും നമ്മുടെ ഉള്ളിൽ ആ ബോധം അത് പൊട്ടിക്കഴിഞ്ഞാൽ ശുദ്ധമായ ബോധമായി മാറാം, ഈശ്വരനായിട്ട് മാറാം. അപ്പം അതൊരു മാലിന്യമാണ്. പ്രപഞ്ചം ശുദ്ധമായ ചൈതന്യത്തിൽ നിന്ന് പരമാണുക്കളായിട്ട് പരിണമിച്ചു എന്ന ഒരു മാലിന്യം സംഭവിച്ചു. അതിനാണ് ആണവമലം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന് ആദ്യത്തെ മാലിന്യത. അപ്പം എന്തുണ്ടായി? അവിടെ സ്പേസ് എന്ന അവസ്ഥ വന്നു, ദേശം എന്ന് പറയുന്ന അവസ്ഥ, ലിമിറ്റേഷനാണ്. മനസ്സിലായോ? പിന്നെ അത് കാലം എന്ന് പറയുന്ന വേറെ ലിമിറ്റേഷൻ കൂടെ വന്നു. ഐൻസ്റ്റീൻ്റെ തിയറി ഇല്ലേ, അറിയില്ല, കണ്ടിന്യൂഷൻ സ്പേസ് ടൈം കണ്ടിന്യൂറ്റി, അത് ലിമിറ്റേഷനാണ്. ഇതിന് ഭട്ടതിരിപ്പാട് പറഞ്ഞത്, ഭട്ടതിരിപ്പാട് പറയാണ്, കൃഷ്ണൻ എൻ്റെ മുൻപിൽ കാണുന്നു, ഞാൻ കൃഷ്ണനെ കാണുന്നു, അഗ്രേ പശ്ചാത്തലം, ഞാൻ എൻ്റെ മുന്നിൽ കൃഷ്ണനെ കാണുന്നു. മുന്നിൽ കാണാൻ എന്താ കുഴപ്പം? കണ്ണുകൊണ്ട് കാണുവാണ്. കണ്ണ് കാണാൻ എന്ത് വേണം? അവിടെ ഘനീഭൂതമാകണം. ഈ പ്രപഞ്ചം ഘനീഭൂതം എന്ത് കുഴപ്പമുണ്ട്? ടൈം ആൻഡ് സ്പേസ് എന്ന് പറഞ്ഞ ലിമിറ്റേഷൻ ഉള്ളിൽ വരും. മനസ്സിലായില്ല? സാന്ദ്രാനന്ദ ആ അവബോധം പ്രത്യക്ഷമായി കട്ടിയായിട്ട് എൻ്റെ മുൻപിൽ നിൽക്കുന്നു. ഇതാണ് കൃഷ്ണൻ, ഞാൻ കാണുകയാണ്. അപ്പോൾ ഒരു ബോധം വന്നു. അങ്ങനെ വന്നാൽ ഇതിൽ രണ്ട് ലിമിറ്റേഷനോ, കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും. കൃഷ്ണൻ ആ പരിമിതിനെ സമ്മതിക്കാൻ പറ്റുമോ? പിന്നെ ഉടനെ അദ്ദേഹം പറയാൻ കാലദേശാവധിക്കുക. കൃഷ്ണൻ ആ അവബോധം സാന്ദ്രീകൃതമായതാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നവരിൽ ഈ പരിമിതിയില്ല. കൃഷ്ണൻ കാലങ്ങളുടെ ദേശങ്ങളുടെ അതീതനാണ് അദ്ദേഹം പറയും. ഐൻസ്റ്റീൻ തിയറി പഠിച്ചാൽ മുമ്പിൽ പറഞ്ഞത് ഒന്നുമല്ല, നമ്മുടെ പൂർവികന്മാർ കണ്ടുപിടിച്ചൊരു സാധനം വിവീതി എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ല? മനസ്സിലായി പറയുന്നത്. അപ്പൊ ആദ്യത്തെ പരിമിതി അണുവായിട്ട് പരിണമിച്ചു എന്നുള്ളതാണ്. അപ്പം ആ പരിമിതിയുടെ എല്ലാം ഉണ്ടാവും, എല്ലാ പരിമിതിയോട് തുടങ്ങി. ആ പരിമിതിയുടെ പ്രപഞ്ചം എല്ലാ പരിമിതികളും ലിമിറ്റേഷൻ തുടങ്ങുന്നത്. അപ്പൊ അത് ഒരു മാലിന്യം, ആണവമലം. പിന്നെയോ അങ്ങനെ സംഭവിച്ചു. എന്തുണ്ടായി? ഈ മായികമലുണ്ടായി. അപ്പോഴാണ് പ്രപഞ്ചം മുഴുവൻ ഈശ്വരനിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? നമ്മളുടെ ചൈതന്യം എന്താണ്? ഈശ്വര ചൈതന്യം. അവിടെ പ്രപഞ്ചം ഇത് വേറെയല്ല. എൻ്റെ ഉള്ളിലുള്ള ചൈതന്യവും പ്രപഞ്ചത്തിൻ്റെ ചൈതന്യം ഒന്നാണ്. കാരണം ഞാൻ എന്തിൻ്റെ ഭാഗമാണ്? പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഉദാഹരണമായിട്ട് നല്ല പറഞ്ഞാൽ ഇപ്പൊ ഈശ്വരൻ ചൈതന്യം പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഈശ്വരനെ ആരാധിക്കണമെങ്കിൽ പ്രപഞ്ചത്തെ ഏത് വസ്തുവിനെടുത്ത് ആരാധിച്ചാൽ മതി. കാരണം എന്താ? പ്രപഞ്ചത്തിനുള്ളിൽ ഈശ്വരത്തിന് എല്ലായിടത്തും ഉണ്ട്. തൂണിലും തുരുമ്പിലും ഈശ്വരൻ ഇരിക്കുന്നു, അല്ലേ? അവന് നമ്മുടെ സങ്കല്പം. അപ്പൊ ഈശ്വര ചൈതന്യമില്ലാത്ത ഒരു വസ്തു പോലും പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഈശ്വരനെ ആരാധിക്കണമെങ്കിൽ പ്രപഞ്ചത്തിൽ എന്തിനെ ആരാധിച്ചാലും എന്തിനെ ആരാധിക്കുന്നത്? ഈശ്വരനെയാണ്. അതുകൊണ്ട് ഹിമാലയത്തെ ആരാധിക്കണം. ഹിമാലയം എന്തിന്റെ ഭാഗമാണ്? പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഹിമാലയം നമുക്ക് ദേവതാത്മാവാണ്. ഹിമാലയം നമ്മൾ ആരാധിക്കും. സമുദ്രത്തെ നമ്മൾ ആരാധിക്കണം. സമുദ്രം എന്തിന്റെ ഭാഗമാണ്? പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സമുദ്രം നമുക്ക് വരുണദേവനാണ്. നദികളെ ആരാധിക്കുന്നത്. നദികളൊക്കെ എന്തിന്റെ ഭാഗമാണ്? പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അത് ഗംഗയും യമുനയൊക്കെ നമുക്ക് ആരാധ്യ വസ്തുവാണ്. ഗോദാവരി എല്ലാം ആരാധ്യ വസ്തുവാണ്. ആരാധ്യമല്ലാത്ത ഒരു നദി പോലും നമുക്കില്ല. എല്ലാം ആരാധ്യമാണ്. കാരണം ഈശ്വരൻ ആരാധിക്കാൻ ആ പുഴയെ നദിയിൽ ആരാധിച്ചാൽ മതി. വൃക്ഷങ്ങൾ നമ്മൾ ആരാധിക്കാറുണ്ട്, ഇല്ലേ? നമ്മൾ ആലിനെയും വേപ്പിനെയും നമ്മൾ ആരാധിക്കാറുണ്ട്. ഓരോ നക്ഷത്രക്കാരും ഓരോ വൃക്ഷമുണ്ട്. ആരാധിച്ചാൽ അവരുടെ പാപങ്ങളൊന്നും തീരുന്നതാണ്. ഇപ്പം ഈശ്വരൻ ആരാധിക്കാൻ നക്ഷത്രക്കാർ ആ നക്ഷത്ര വൃക്ഷത്തെ ആരാധിച്ചാൽ അതിനെ നട്ടു വളർത്തി ശുശ്രൂഷിച്ചാൽ മതി. പ്ലാവിനെ പോലും നമ്മൾ ആരാധിക്കാറുണ്ട്. പണ്ട് കാലത്ത് മലബാറിൽ കലിയൻ എന്നൊരു ഉത്സവം ഉണ്ടായിരുന്നു. കർക്കിടക ഒന്നാം അന്ന് ആരാധിക്കുക പ്ലാവിനെയാണ്. കർക്കിടക ഒന്നിനെ ആരാധിക്കുന്ന വൃക്ഷം പ്ലാവിനെ ആരാധിക്കും. മലബാർ നമുക്കറിയാം, കേട്ടിട്ടുണ്ടെങ്കിലുണ്ടോ? മനസ്സിലായാലും പ്ലാവിനെ പോലും ഒന്ന് ആരാധിക്കും.
ഒരു മരം അനാവശ്യമായിട്ട് മുറിക്കുന്നതെന്ന് പറയുന്നത് അത് ഈശ്വരീയമായതുകൊണ്ടാണ്. അനാവശ്യമായിട്ട് മരം മുറിക്കുന്നത് അതുകൊണ്ടാണ്. മണ്ണിന് നമ്മൾ ആരാധിക്കണം. മണ്ണിനെ ആരാധിക്കാറുണ്ട്. നമ്മൾ സിൽക്കാക്കരത്തിന് ആരാധിക്കാറുണ്ട്. ഇതുകൊണ്ടൊക്കെ മണ്ണ് കൊണ്ടാണ്. മണ്ണിൽ ഈശ്വരനുണ്ട്. മനസ്സിലായില്ല? മണ്ണ് തിന്ന കൃഷ്ണൻ വായ തുറന്ന സമയത്ത് എന്തിനെ കാണുന്നത്? ഈശ്വരനെ കാണുന്നത്, പ്രപഞ്ചത്തെ കാണുന്നത്. അപ്പം ആ മണ്ണിൽ പോലുള്ള ചൈതന്യവും പ്രപഞ്ചവും ഒന്നാണ് എന്നാണ് കഥ. ഇത് കേവലം കഥയൊന്നുമല്ല, കുട്ടിക്കളിയൊന്നുമല്ല. ആ സന്ദേശം ഇതാണ്. അപ്പം ഹിന്ദുവിന് ഈശ്വരനെ ആരാധിക്കാൻ ഈ പ്രപഞ്ചം ഏത് വസ്തുവിനെ ആരാധിച്ചാലും ഞാനും നിങ്ങൾ എവിടെ നിൽക്കുന്നത്? പ്രപഞ്ചത്തിലാണ്. അപ്പം നമ്മളുള്ള ചൈതന്യം എന്താണ്? ഈശ്വര ചൈതന്യമാണ്. അതുകൊണ്ട് ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ അതിന് അന്യമല്ല. ഈ പ്രപഞ്ച ചൈതന്യം തുടർച്ചയായിട്ടുള്ള എല്ലാം തൊടുന്നുള്ളത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ചൈതന്യവും ഈശ്വര ചൈതന്യം തന്നെയാണ്. ഇതിനെ പക്ഷെ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വേറെ, പ്രപഞ്ചം വേറെ എന്നതിനെ നമ്മൾ അനുഭവിക്കുന്നത്. ഓരോരുത്തരും അനുഭവിക്കുന്നത് ഞാൻ വേറെ. ഇവിടെ നിന്നുകൊണ്ട്, ഈ ശരീരം നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ കാണുന്നു, യൂണിവേഴ്സിനെ കാണുന്നു, പ്രപഞ്ചത്തെ കാണുന്നു. അല്ലെ? രണ്ടായിട്ടാണ് കാണുന്നത്. ഞാൻ വേറെ, അത് വേറെ. അതൊരു വലിയ മായ. മായ എന്ന് പറഞ്ഞാൽ മായിക മലം എന്ന് പറയുന്നത് മായ കാണുന്നതല്ല. മനസ്സിലായോ? ഇതാ സംഗതി. സത്യത്തിൽ നമ്മൾ എന്താണ്? ഞാനും പ്രപഞ്ചവും എന്താണ്? ഒന്നാണ്. മനസ്സിലായല്ലോ? ഞാനെന്ന ഭാവമത് തൊന്നായിക വീണം തോന്നുന്നതാകിൽ അഖിലം ഞാനിരുന്ന വഴി മുഴുവൻ ഞാനാണെന്ന് തോന്നണ്ടേ? തോന്നണം. ഇതാണ് ഹിന്ദുവിന്റെ ആധ്യാത്മിക ലക്ഷ്യം. പക്ഷെ നമ്മൾ എന്തൊരു കുഴപ്പമുണ്ട്? ഈ മായിക മല പോലെ മാലിന്യം കൊണ്ട് ഞാൻ വേറെയാണ്, പ്രപഞ്ചം വേറെയാണ് എന്നുള്ള അനുഭവിക്കുന്നു. മനസ്സിലായല്ലോ? ഗായത്രി മന്ത്രം എന്തിനു വേണ്ടിയാണ്? ഞങ്ങളുടെ ബോധമണ്ഡലം ധീമഹി ധിയോയോന്ന പ്രചോദനം, ഞങ്ങളുടെ ബോധമണ്ഡലത്തെ പ്രചോദിപ്പിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ബോധമണ്ഡലം എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ എന്ന് പറയുന്ന ഒരു പരിമിതമായ തലത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് വികസിക്കണം. വികസനം എന്തായിത്തീരും? പരമാവധി വികസനം എന്തായിത്തീരും? പ്രപഞ്ചബോധം. അവിടെ അപ്പുറത്ത് വികസിക്കാൻ പറ്റിയ. അപ്പൊ ഈ പരിമിതി നമുക്കുണ്ട്. മനസ്സിലായല്ലോ? ആ പരിമിതി എന്താണ്? മായികമരം എന്നാണ് ആ പരിമിതി. മായ എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആണവമരം, ഒന്ന് മായികമരം. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം കർമ്മത്തിന്, നമ്മൾ പൂർവികെന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ ഫലം കൊണ്ടാണ്. അപ്പൊ കാർമ്മികമരം. മനസ്സിലായല്ലോ? അങ്ങനെ 3 മാലിന്യം മനുഷ്യനുണ്ട്. ശുദ്ധമായ ബോധത്തിൽ ഈ 3 മാലിന്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാകുന്നത്. ഞാൻ എന്ന് പറയുന്ന ബോധം ഉണ്ടാകുന്നത്. ആ ഞാൻ ബോധമാണ് എന്തുണ്ടാവും? എന്ത് പരിമിതി? ഇത്തരം ബുദ്ധിയും മനസ്സൊക്കെ ഉണ്ട്. മനസ്സാണെങ്കിലും വളരെ പരിമിതമായ ഒരു സാധനം. ഏറ്റവും വിശാലമാക്കേണ്ട ഈ സാധനം വളരെ പരിമിതമാണ്. ഇല്ലേ? മനസ്സിലായി? ഏറ്റവും പരിമിതം. അപ്പോ ആ പരിമിതികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുന്ന മന്ത്രം ഏതാണോ ആ മന്ത്രമാണ് പഞ്ചാക്ഷരം. ചിത്തശുദ്ധി ഉണ്ടാവുക. ചിത്തത്തിലുള്ള മാലിന്യങ്ങൾ ചിത്തശുദ്ധി ഉണ്ടാവും. അത് പഞ്ചാക്ഷരം. അതിന് ഗുണമാണ്. അവസ്ഥ ഇങ്ങനെയുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, പഞ്ചാക്ഷരം എന്താണെന്ന് ചോദിച്ചു. ഇതാണ് പഞ്ചാക്ഷരം. അത് സദാശിവരുദ്ധനെയാണ് അന്ന് ആരാധിക്കുന്ന ദേവത. സദാശിവം. ശിവം എന്ന് പറയുന്നത് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ചൈതന്യത്തെയാണ് ശിവൻ എന്ന് പറയുന്നത്. അപ്പൊ സദാസമയത്തും ആ ശിവത്വത്തിലേക്ക് വരാൻ സഹായിക്കുന്ന പ്രചോദനം തരുന്ന ദേവതയാണ്. ആണ് സദാശിവൻ എന്ന് പറയുന്നത്. വിഷ്ണു എന്ന് പറഞ്ഞാൽ ആ ചൈതന്യത്തിൽ സ്ഫോടത്തെ തുടർന്ന് അത് പ്രപഞ്ചമായി പരിണമിച്ചു. മനസ്സിലായല്ലോ? അപ്പൊ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യമാണ്. ആ ചൈതന്യം വേറൊന്നും ചേർന്നിട്ടില്ല. വെള്ളം അടുപ്പത്ത് വെച്ച് നീരാവിയായ നീരാവിയിൽ ഓരോ കഴിയും ജലം മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആ ശുദ്ധമായ ഈശ്വര ചൈതന്യം പരിണമിച്ച പ്രപഞ്ചം ഉണ്ടായാൽ അതിന് വേറൊന്നും ചേർത്തിട്ടില്ല. അതിന് പരിണമിച്ചിട്ടുണ്ടായത് അണുക്കളായി പരിണമിച്ചുണ്ടായതാണ്. അപ്പൊ പ്രപഞ്ചം മുഴുവൻ ആ ഈശ്വര ചൈതന്യമുണ്ട്. ആ പ്രപഞ്ചം വ്യാപിച്ചു നിൽക്കുന്ന ആ അവസ്ഥയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അത് രണ്ടൊന്നുമില്ല. ശിവൻ എന്ന് പറയുന്നത് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ അവസ്ഥയും വിഷ്ണു എന്ന് പറയുന്നത് പ്രപഞ്ചം ഉണ്ടായ ശേഷം വ്യാപിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് വിഷ്ണു എന്ന് പറയുന്നത്. രണ്ടൊന്നിന്റെ സമയം കേട്ടോ. സദാശിവരുദ്രൻ എന്ന് പറഞ്ഞാൽ അതാണ് സങ്കല്പം. ഒരു ഉയരണം. ആ ശുദ്ധമായ ബോധത്തിലേക്ക് നമ്മൾ ഉയരാൻ സഹായിക്കുന്ന മന്ത്രമാണ് പഞ്ചാക്ഷരം എന്ന് പറയുന്നത്.